ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. റിയാസിനെ ഇപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസ് ഒരു 7ന്റെ പണി കൊടുത്തിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ. കാരണം അത്രയും ടഫായിട്ടുള്ള 3 ടാസ്കുകൾ ഒറ്റ ടാസ്ക് ആക്കിയാണ് റിയാസിന് കൊടുത്തിരിക്കുന്നത്. നാളെ വേക്കപ്പിന് മുമ്പായിട്ട് ഈ 3 ടാസ്കുകളും റിയാസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നല്ലേ പറയാം. ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ റിയാസിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ആ ഒരു ലെറ്റർ വായിക്കാനായിട്ട് പറഞ്ഞു. ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ടാസ്ക്, സീക്രട്ട് ടാസ്ക്, അനുമോളെയും ജിസേലിനെയും അതേപോലെ ആര്യനെയും സ്റ്റോർ റൂം ക്യാമറയുടെ മുന്നിൽ നിർത്തി ഒരു ഫോട്ടോ എടുപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അനീഷിനെ കൊണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് ഷാനവാസ് എന്ന് പറയിപ്പിക്കണം. അത് കഴിഞ്ഞ് ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേരെ കൊണ്ട്, ഏതെങ്കിലും 5 പേരെ കൊണ്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്ന ഒരു വരി പാടിപ്പിക്കണം. ഇത് 3ഉമാണ് റിയാസിന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള 7ന്റെ പണി. ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ്. അത് റിയാസ് ആ ഗൗരവത്തോടെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്താൽ വീക്ക്ലി ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഹൗസ് മേറ്റ്സിന് ലഭിക്കുന്നതായിരിക്കും. ചെയ്തില്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോ റിയാസ് ചോദിക്കുന്നുണ്ട്, ഞാനിത് ചെയ്യാതിരുന്നവർക്ക് പണിഷ്മെന്റ് കിട്ടില്ലേ ബിഗ് ബോസ്, ഞാനിത് ചെയ്യാതിരുന്നോട്ടെ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നു ഇതൊരു ടാസ്ക് ആണ്, ആ ഗൗരവത്തിൽ കാണണം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്റർടൈനർ മോഡ് ഓൺ ആക്കിയാൽ റിയാസ് വേറെ ലെവലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഒരു ടാസ്കിൽ എനിക്ക് ഹൈ ഹോപ്സ് ആണ്. റിയാസ് ഏത് രീതിയിൽ ഇത് പുൾ ഓഫ് ചെയ്യും എന്ന് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ വേക്കപ്പ് സോങ്ങിന് മുമ്പായിട്ടുള്ള സമയം വരെയാണ് റിയാസിന് ചെയ്യാനുള്ള ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിയാസിന് എങ്ങനെ ഏത് രീതിയിൽ പുൾ ഓഫ് ചെയ്യിപ്പിക്കുമെന്ന് കണ്ടറിയാം. അനീഷിനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കുക എന്നുള്ളത് തന്നെ ഇമ്പോസിബിൾ എന്ന് പറയാം. ക്ലോസ് ടു ഇമ്പോസിബിൾ ആണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും